അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കസാക്കിസ്ഥാനിലെ. ഗൈസ് നോക്കൂ, ഇന്നലെ നമ്മൾ അങ്ങനെ കസാക്കിസ്ഥാനിൽ എൻട്രി ചെയ്തു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന്. ഗൈസ് നോക്കൂ, അപ്രകാരം വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ബ്രീഫിംഗ്. ഗൈസ് നോക്കൂ, അതായത് മിസ്റ്റർ ലിബിൻ ക്യാമറയുടെ പുറകുവശത്തേക്ക് സഞ്ചരിക്കുകയാണ്. അവതാരകനായ ഞാൻ ക്യാമറയുടെ ഫ്രണ്ട് വശത്തേക്ക്. അതായത് ഭയങ്കര കാറ്റാണ് അവിടെ. അത് ഈ ചൈനയിലും ഈ കസാക്കിസ്ഥാൻ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള കാറ്റാണ്. കാരണം ഇതുണ്ടോ, ഈ കാണുന്ന ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മരങ്ങളോ സംഭവങ്ങളോ ഇല്ല. അതായത് മൊത്തം പ്ലെയിൻ ആയിട്ട് എടുക്കും. അതുകൊണ്ട് ഭയങ്കര കാറ്റായിരിക്കും. ഗൈസ് നോക്കും, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ വണ്ടി ഓടിച്ച് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൈന വഴി ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പോകാം, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകാം, വേണേൽ അമേരിക്കയിലേക്കും പോകാം. ഏത് രീതി വേണം സഞ്ചരിക്കാൻ പറ്റും. ഇത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി പറ്റിയ മാർഗം. പിന്നെ ഉള്ളത് പാകിസ്ഥാനാണ്. ഗൈസ് നോക്കൂ, പാകിസ്ഥാൻ ആകുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസത്തെ വിസ മാത്രമേ പാകിസ്ഥാനിൽ കിട്ടത്തുള്ളൂ. അതും മൾട്ടിപ്പിൾ കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യം നടക്കൂല. പിന്നെയുള്ള മ്യാൻമറാണ്, അതും നടക്കൂല. ഗൈസ് നോക്കൂ, നമുക്ക് ചൈനയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏജൻറ്റിനെ കണ്ടുപിടിക്കണം. ആ ഏജൻറ്റ് മുഖേനയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതായത് ടിബറ്റ് വഴി നമ്മൾ വണ്ടി കൊണ്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഏജൻറ്റ് വേണം. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചിന്തിച്ച പോലെ അല്ല. ഒന്നാമത്തെ സംഭവം, ചൈനയിലുള്ള 95% ആൾക്കാർക്കും ചൈനീസ് ഭാഷ അറിയത്തുള്ളൂ. നമുക്ക് ഒരിക്കലും അവിടെ ചെന്ന് എണ്ണ, അതായത് അവിടെ ഡീസൽ എന്നൊന്നുമല്ല 92 അങ്ങനെയൊക്കെ പറഞ്ഞാണ് സംഭവം. പിന്നെ തണുപ്പ് സ്ഥലത്ത് അടിക്കേണ്ട വേറെ ഡീസലാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എവിടെ ചെല്ലണേലും അവരുടെ ചൈനീസ് ID അതുപോലെ ചൈനീസ് കാർഡുകൾ പമ്പിൽ കയറാൻ കൊടുക്കണം. അത് നമ്മളായാലും ഇവിടുത്തെ ആൾക്കാരായാലും ആ സംഭവം ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഗൈഡിനെ വെച്ചത്. പിന്നെ ടിബറ്റിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും. അതായത് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ചൈനയിൽ, ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്, ചൈനയിലുള്ള ആൾക്കാർ ടിബറ്റിലേക്ക് വരണേലും ഈ പറഞ്ഞ ടിബറ്റ് ഗൈഡ് വേണം. പിന്നെ നമ്മൾ ബോർഡർ വഴി ഹിച്ചാങ് ചെയ്തോ അല്ലെങ്കിൽ നടന്നോ പിന്നെ ഏത് രീതിയിലും നമ്മൾ ലാവോസോ മറ്റേത് ബോർഡറിൽ വഴി ക്രോസ് ചെയ്യാൻ നേരം നമുക്ക് ഗൈഡ് വേണ്ട. പക്ഷേ ടിബറ്റിൽ വേണം. അതാണ് യാഥാർത്ഥ്യം. ഇനി ശ്രദ്ധിക്കുക, അതായത് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി ഒരു ഗൈഡ് നമ്മൾ ആരൊക്കെയാണ് പോകുന്നത് അത്രയും പേർക്ക് ഒരു വണ്ടിയിൽ വേണം അങ്ങനെ സഞ്ചരിക്കാം. അതിന് ഇച്ചിരി എക്സ്പെൻസ് കൂടുതലായിരിക്കും. പിന്നെ 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ അതേപോലെ തന്നെ 10 പേരുള്ള ഗ്രൂപ്പിൽ സഞ്ചരിക്കാം, 15 പേരുള്ള ഒരു ഗ്രൂപ്പിൽ സഞ്ചരിക്കാം. ഗൈസ് നോക്കൂ, ഏതൊക്കെ റൂട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേണേൽ അവർ കസാക്കിസ്ഥാനിൽ കടത്തി വിടും, കിർഗിസ്ഥാനിൽ കടത്തി വിടും, പാകിസ്ഥാനിൽ കടത്തി വിടും. പാകിസ്ഥാനിൽ കടക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആകരുത്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് വേറെ രാജ്യത്തെ പാസ്പോർട്ട് ആയിരിക്കണം അവരുടെ കയ്യിൽ. ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ലാവോസിൽ കടത്തിവിടും. പിന്നെ വിയറ്റ്നാം ഇല്ലല്ലോ, പിന്നെ വിയറ്റ്നാം ഇല്ല, ലാവോസ് മാത്രമുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വിയറ്റ്നാം ഇത്ര സ്ഥലത്ത് കടത്തിവിടും. ഗൈസ് നോക്കൂ, ഇങ്ങനെ ഒരു യാത്ര ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ID-യിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് വളരെ ലിബറലായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാൻ പറ്റും. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് വരുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ചൈനയെക്കുറിച്ച് ചിന്തിച്ചു വേറൊരു രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലായത്. ഗൈസ്, ഇങ്ങനെ ആൾക്കാരെ കെയർ ചെയ്യുന്ന ഒരു രാജ്യം, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം, അതായത് എവിടെ വേണമെങ്കിലും എങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആകെ 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, പോലീസിൻ്റെ വീഡിയോ എടുക്കരുത്. ഒന്ന്, ആർമിയുടെ വീഡിയോ എടുക്കരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അവർ വരും, നമ്മുടെ ഫോൺ മേടിക്കും, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമ്മളെ കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കയ്യിൽ തരാം. അല്ല പിടിച്ചോണ്ട് പോകല അങ്ങനെ ഒന്നുമില്ല. പിന്നെ കൈക്കൂലി അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ വേറൊരു കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമ്മുടെ കൂടുതലുള്ള ഗൈഡ് ഷെയർലി അവർക്ക് ചില കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവളെ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അവർ ഭയങ്കര സപ്പോർട്ടാണ്. പുറത്തുനിന്ന് വരുന്നവരോട് ഭയങ്കര കെയറിങ് ആണ്. ഗൈസ്, നമ്മുടെ വണ്ടിക്ക് കിട്ടിയ സ്വീകരണം വളരെ വലുതാണ്. ഇനി അടുത്ത കേസ്, കസാക്കിസ്ഥാനിൽ നിന്ന് ചൈനയിൽ നമ്മൾ കസാക്കിസ്ഥാനിൽ വരുവാണെങ്കിൽ ഒരു കാരണവശാലും അവർ നമ്മുടെ ഈ കാണുന്ന കാർനെറ്റ് ചോദിക്കുന്നില്ല. ഇവിടെ വേറെ ചൈന കസാക്കിസ്ഥാൻ കയറാൻ വേണ്ടി നമ്മളോട് ചോദിക്കും, നിങ്ങൾ നടന്നാണോ വന്നത്, വണ്ടിക്കാണോ വന്നത്, ബസ്സിനാണോ വന്നതെന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ഏത് ഇതിനാണ് വന്നതെന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ആ രീതിയിലുള്ള ഒരു വിസ ആയിരിക്കും നമുക്ക് അവർ അടിച്ചു തരിക. എൻ്റെ ഇവിടെ അടിച്ചിട്ടുണ്ട്, ഞാൻ അതാണ് നോക്കുന്നത്. ഈ കാണുന്ന ഇതിൻ്റെ അത് വ്യക്തമായിട്ട് കാണാം വണ്ടിയുടെ ഒരു ഇത് കണ്ടോ. നമ്മൾ വന്നാക്കുന്നത്
വണ്ടിക്കാന്നുള്ള രീതിയിലുള്ള 30 ദിവസത്തെ ഫ്രീ വിസ. 5 പൈസ പോലും ഈ കാണുന്ന വിസയ്ക്ക് വേണ്ടി നമ്മൾ കസാക്കിസ്ഥാൻ ബോർഡർ കൊടുക്കണം. പിന്നെ ഒരു സംഭവം, നമ്മൾ ഗ്രൂപ്പ് വിസ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഗൈഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടിക്കറ്റ് വഴി വരാൻ നേരത്ത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഒരിക്കലും വിസ ഉണ്ടാവില്ല. അതായത് വിസ അടിച്ചു തരില്ല. ആകെ ഒരു പേപ്പറിലുള്ളൊരു ഗ്രൂപ്പ് വിസ ആയിരിക്കും. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതെവിടെയാണ് എടുത്തു വെച്ചാൽ നമുക്ക് തന്നില്ല. ഇവനെ ഗ്രൂപ്പ് വിസ നമുക്ക് തന്നില്ല. തന്നായിരുന്നു, നമ്മൾ എടുത്തു വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ കാർനെറ്റ് വേണ്ട, ഇതേപോലെ ഒരു പേപ്പർ വരും. ഈ പേപ്പറിലാണ് നമ്മുടെ വണ്ടി കയറുന്ന പേപ്പർ, അതായത് വണ്ടി കയറുന്നത് കസാക്കിസ്ഥാനിൽ, ചൈനയിൽ നിന്ന്. ശരിക്കും കാർനെറ്റ് വേണ്ട. ഗൈസ് നോക്കൂ, നിങ്ങൾ യാത്ര ചെയ്യാൻ ആരെങ്കിലും കാർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 പേജുള്ള കാർനെറ്റ് പേപ്പറാണ് ഏറ്റവും നല്ല യൂറോപ്പ് വരെ വരാൻ വേണ്ടി. കാരണം യൂറോപ്പിൽ എല്ലാ സ്ഥലത്തൊന്നും കാർനെറ്റ് ആവശ്യപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് കയറാൻ നേരത്ത് മാത്രം സ്റ്റാമ്പ് ചെയ്യുക. പിന്നെ യൂറോപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് സ്റ്റാമ്പ് മേടിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കലും 25 പേജ് വേണമെന്നില്ല. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. 25 പേജ് കാർനെറ്റിന് ഇപ്പം 1,80,000 രൂപ വിത്ത് GST അല്ലടാ, GST ആണ്. പക്ഷേ നേരത്തെ ഇതിന് 1,40,000 രൂപ ഉണ്ടായിരുന്നു. ഇതെൻ്റെ പഴയ കാർനെറ്റാണ്. ഇതിനകത്ത് കുറേ രാജ്യങ്ങളിലെ സീലുകളും സംഭവങ്ങളുണ്ട്. ഏകദേശം 4-5 രാജ്യങ്ങളിലെ സീലുകളുണ്ട്. പക്ഷേ ഇതൊരു വലിയ അബദ്ധം പറ്റി. ഇതിൻ്റെ ഇത്രയും പേജ് കാലിയാണ്. ഇത് എക്സ്പയറി ആയിപ്പോയി. അതിന് ശേഷമാണ് ഇതെടുത്തത്. ഇതിപ്പോൾ എടുക്കൽ ഇച്ചിരി പാടാണ്. കാരണം പണ്ട് ഇത് കിട്ടാൻ വളരെ സിമ്പിളായിരുന്നു. ഇപ്പം പോലീസ് ക്ലിയറൻസ് വേണം, പോകുന്ന രാജ്യത്തിൻ്റെ വിസ വേണം, പിന്നെ അതുപോലെ സംഭവങ്ങൾ വേണം. ആൾക്കാർ വളരെ വലിയ രീതിയിൽ കാർനെറ്റ് എടുത്തിട്ട് സംഭവങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മൊത്തത്തിൽ ഗ്ലോബലി ഉള്ള മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ വണ്ടി എടുത്തിട്ട് ഏഷ്യൻ രാജ്യങ്ങൾ വണ്ടി സെയിൽ ചെയ്യുന്നു. അതാണ് മെയിൻ സംഭവം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ചൈനയിൽ നിങ്ങൾ വരാൻ നേരത്തെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചൈന മൊബൈലിൻ്റെ സിം എടുക്കുക, ഒരു VPN നാട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരിക. ഇല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങളുടെ ഏജൻറ്റ് ആരിലൊക്കെ റെഡിയാക്കി തരുന്നതായിരിക്കും VPN. പിന്നെ ഫുഡ് മാത്രമേ നമുക്ക് പറ്റാത്തുള്ളൂ. കാരണം ഫുഡ് മധുരമുള്ള രീതിയാണ്. ആ രീതിയിലുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു രീതിയിലുള്ള വിഷയമില്ല. പിന്നെ ചൈന ഞങ്ങൾക്ക് ഇതുവരെ ചിലവായത് ഞങ്ങളുടെ എല്ലാം കൂടെ കൂടി ഒരു 3, 4, ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പർ എടുത്ത് വന്നതുകൊണ്ട് നമ്മുടെ ക്യാമ്പറിൻ്റെ എണ്ണ, പിന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അത്രയും ചിലവ് റൂം എടുത്ത് താമസിച്ചവർക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 120 ചൈനീസ് മണി, 100, 150 ഇത്രയൊക്കെ സത്യം പറഞ്ഞായിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ദിവസം അതിൻ്റെ മേൽ പൈസ ആയിട്ടുണ്ട്. 3, 4, 5 ലക്ഷം രൂപ എന്തായാലും അടുത്ത് ഞങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ ക്രമീകരമായി പ്ലാൻ ചെയ്തൊക്കെ വരുന്ന ആൾക്കാർക്കാണ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അത്രയൊന്നും വരത്തില്ല. അപ്രോക്സിമേറ്റ് 2.5, 2.25, 3 രൂപയിലൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. ചിലവ് നിർത്താൻ പറ്റും വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ. എന്നോട് കുറേ പേര് പറഞ്ഞു ചൈനീസ് എക്സ്പെൻസീവ്, 16 ലക്ഷം രൂപ, 8 ലക്ഷം രൂപയൊക്കെ ചിലവ് വരും എന്നൊക്കെ പറഞ്ഞു. അത്ര ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ 1100 രൂപ മുതൽ 800 രൂപ, 400 രൂപയ്ക്കൊക്കെ ഇവിടെ റൂം കിട്ടാണ്ട്. എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം കുറയും, എത്രത്തോളം ലാവിഷാകുന്നോ. ഇവിടെ ഹിൽട്ടൺ പോലും ആര്യറ്റ് പോലും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഫൈനലി കസാക്കിസ്ഥാൻ്റെ മണ്ണിലാണ്. 2ാമത്തെ ദിവസമാണ് നമ്മുടെ കസാക്കിസ്ഥാനിൽ. നമ്മൾ അൽമാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു 2-3 കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ ഷെങ്കൻ വിസ പീരീഡ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ 22-ാം തീയതി ഗ്രീസിന് പോയിട്ട് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ കസാക്കിസ്ഥാനിൽ വന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഗൈസ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുവാണ്. ചൈനയിലുള്ള ആൾക്കാർ നമ്മളെ കെയർ ചെയ്യുന്ന വേറെ ലെവലാണ്. ഞങ്ങളുടെ കൂട്ടത്തുള്ള ഗൈഡ് ഞങ്ങൾ ബോർഡർ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് കരഞ്ഞു. അപ്പോൾ അവളെ ഉണ്ടല്ലോ, അവിടുത്തെ പോലീസുകാർ പോയി കെട്ടിപ്പിടിച്ച് സംസാരിച്ച് അവളെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ നമ്മൾ നിന്ന സമയത്ത് കൊണ്ടാണ് ഒരു ചൈനീസ് പുള്ളിക്കാരിനെ ചോദ്യം ചെയ്തു. പക്ഷേ അത് പോലീസുകാരുടെ അടുത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ അവരോട് മാപ്പ് പറയുക. മാപ്പോട് മാപ്പ്. അത് ക്വസ്റ്റ്യൻ ചെയ്യലോ ചിരിച്ച് കളിച്ചുള്ള സെറ്റപ്പ്. പോലീസുകാർ ഒരു രക്ഷയില്ല. വേറെ എന്താ പറയുക, വേറെ ഹൈ ലെവലാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ഇതിനൊക്കെയുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായെന്ന് ചില സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകും. അതിൽ ഇന്നലെ ഇവിടെ ഇട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഞാനും ലിബിയും. ഈ കാണുന്നൊക്കെ ട്രക്കുകളിടുന്ന പാർക്കിംഗ് ഏരിയ ആണ്. ഇന്നലെ ഞങ്ങളോട് ഇവിടുത്തെ ഒരു ചേട്ടൻ ഇവിടെ വണ്ടി എടുത്താൽ പൈസ ചോദിച്ചു. ഞങ്ങൾ വണ്ടി എടുത്തത് പക്ഷേ ഇവിടെ അല്ലായിരുന്നു, തൊട്ടപ്പുറം ഇവിടുന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ദൂരമില്ല. ഇതുണ്ടോ, ആ കാണുന്ന അവിടെയായിരുന്നു ഞങ്ങൾ വണ്ടി ഇട്ടോ. പൈസ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസയൊന്നും തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ നമ്മൾ വന്നത് ഈ കാണുന്ന പെട്രോൾ പമ്പിലാട്ടോ. അതായത് ഈ കാണുന്ന പെട്രോൾ പമ്പിലാണ് നമ്മൾ വന്നത്. പക്ഷെ അവിടെ നമ്മുടെ ഒറ്റ കാർഡും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എണ്ണ അടിക്കാനൊന്നും ഒരു മാർഗ്ഗമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർഡുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ 2 ഹോട്ട് ഡോഗും പിന്നെ അതുപോലെ ബ്രെഡും സാധനമൊക്കെ മേടിച്ച് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയിൽ ഇപ്പം പകുതി എണ്ണയുള്ളൂ. അപ്പോൾ നീ അടച്ചോ, താക്കോലെടുത്തില്ല. ഗൈസ് നോക്കൂ. അപ്പോൾ ഇപ്പോൾ പകുതി എണ്ണയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് എണ്ണ എടുത്ത് ഞങ്ങൾ അൽമാറ്റി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഇവിടുന്ന് എണ്ണ അടിച്ച് പൈസ കൊടുത്തതിന് ശേഷം അതാണ് ഞങ്ങൾ ലക്ഷ്യം. ഇവിടുന്ന് എണ്ണ അടിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ അവിടെ പോയിട്ട് വൈഫൈയിൽ വീഡിയോ കയറ്റി നേരെ പോകും. ഗൈസ് ഈ കാണുന്നതൊക്കെ ചൈനയിൽ നിർമ്മിക്കുന്നതാണ്.
ഈ ക്യാറ്റും അതുപോലെ തന്നെ ലോകത്തിലെ ആ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും എല്ലാ സംഭവങ്ങളും ചൈനയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. പറയില്ല ചൈന മൊത്തം ഇതാണ് വണ്ടി അങ്ങനത്തെ സാധനം. അത് 4 സ്റ്റേറ്റേ ഉള്ളൂ കേട്ടോ. 4 സ്റ്റേറ്റിലാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ള സ്റ്റേറ്റിലല്ല ഇത്. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഇന്നലെ കിടന്നത് ഈ സ്ഥലത്താണല്ലോ. വണ്ടി എന്ന് പറഞ്ഞ സാധനമില്ല, ആകെ ചൈനയിലേക്ക് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ട്രക്കുകളും പിന്നെ ഇച്ചിരി വണ്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആകെ ഇവിടുന്ന് ഓടാൻ വേണ്ടി 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്, അതായത് അൽമാട്ടിക്ക് 2.25 മണിക്കൂർ. അൽമാട്ടിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അതിന് പിന്നെ അൽമാട്ടി ഞങ്ങളൊരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. ഇതുണ്ടല്ലോ പിന്നെ കിട്ടിൽ സ്കാനിയ പോകുന്നത്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ കസാക്കിസ്ഥാനിലെ ആദ്യ ലോങ് ഡ്രൈവിംഗ് ആണ്. വണ്ടി സ്റ്റാർട്ടാക്കി, എല്ലാം പെർഫെക്റ്റ് ആണ്, ഒരു രീതിയിലുള്ള കുഴപ്പമില്ല. എടാ പിന്നെ ഇനി മേലെ സാധനങ്ങൾ മാറ്റടാ. നല്ല വെയില്, നല്ല ചൂട്, അതായത് ചൈനയിലെ കാലാവസ്ഥയല്ല കസാക്കിസ്ഥാനില് വെന്ത് പൊള്ളുവാണ്. അതായത് ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിലോ കുളിക്കണമെങ്കിലോ എന്തിനായാലും ഇവിടെ പൈസ കൊടുക്കണം. ഇവിടെ 100 രൂപയാണ് ഇവിടുത്തെ കസാക്കിസ്ഥാൻ മണി. ഞങ്ങളില്ല പൈസ ഇല്ല, അത് എടുക്കണം. ഞങ്ങൾ 2 രൂപ ചൈനീസ് മണി കൊടുത്താണ് പോയത്. 2 4 രൂപ അല്ലേ നമുക്ക് ഇവിടുത്തെ ഗൂഗിൾ പേ പോലത്തെ സംഭവത്തിൽ പേ ചെയ്യാം. അതും നമ്മുടെ അടുത്ത് എന്തായാലും ആപ്പിൾ പ്ലേ ഞങ്ങൾക്ക് റെഡി ആക്കണം. ആപ്പിൾ പേ അതെന്തായാലും മസ്റ്റ് ആണ്, എല്ലായിടത്തും ആപ്പിൾ പ്ലേ എടുക്കുന്നുണ്ട്. ഇത്രയും ദിവസമുള്ള എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒന്നും വർക്ക് ആവുന്നില്ലായിരുന്നു, ഇപ്പം എൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ആവുന്നുണ്ട്. ഞാൻ എന്തായാലും ഡീസൽ അടിക്കട്ടെ. ഡീസൽ അതാ ഈ കാണുന്നതാണ് K4 ഡീസൽ. എന്നെ കൂടെ എടുക്കാൻ ഭയങ്കര പിന്നെ ഇന്ത്യ നോക്കും. ഞങ്ങൾ ഇവിടുത്തെ അപ്പച്ചൻ ഫോട്ടോ എടുക്കുക കേട്ടോ. ഫോട്ടോ ഇവര് കസാക്കിസ്ഥാനി അല്ലെങ്കിൽ റഷ്യൻ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. നല്ല രസമാട്ടോ കേൾക്കാൻ വേണ്ടി. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചാണ് പോകാൻ വേണ്ടി. ഡീസൽ റേറ്റ് ആയിട്ട് കാണിക്കുന്നത് 295 ആണ്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 55 രൂപ. വളരെ കുറവാട്ടോ. 55 രൂപ നമുക്ക് മാറിപ്പോയതാണോ? അല്ലല്ല, രാത്രി അടിച്ചിട്ടില്ലടാ എണ്ണ. ഇല്ല, അടിച്ചോ? അവിടെ ഓപ്പൺ ആക്കണം. ഓ, പൈസ കൊടുത്താലേ എണ്ണ അടിച്ചു തരുള്ളൂ. എങ്ങനെയാ മനസ്സിലാക്കുക? അതൊരു 40 ലിറ്റർ പറ. എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ അവിടുന്ന് എണ്ണ വീണ് ഇവിടെ ആദ്യം കൊണ്ട് പൈസ കൊടുക്കണം. ഇവിടെ പറഞ്ഞു മനസ്സിലാക്കിയ 40 ലിറ്റർ വേണമെന്ന് പറഞ്ഞു. അത്രയൊന്നും കയറൂല, ബാക്കി പൈസ മേടിക്കാം. പൈസ ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. ശരി ചേട്ടാ, ബുദ്ധിപരമായി നീക്കാം. 11,800 രൂപ. അപ്പൊ എത്രയായി? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 11,800 എന്ന് പറയുമ്പം ഏകദേശം 1,880 2,200 രൂപയ്ക്കുള്ള എണ്ണ. എണ്ണ ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രിയിലും വണ്ടി ഓണാക്കി എടുത്തില്ലേ? മലേഷ്യയിലെ റേറ്റ് ആയല്ലോ. അങ്ങോട്ട് അങ്ങനെയല്ലല്ലോ, എങ്ങോട്ടാ? ഇറാനിൽ ഇവിടെയൊക്കെയുള്ള ജീപ്പ്. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ എണ്ണ ഉൽപ്പാദിക്കുന്ന ഒരു രാജ്യമാണെന്ന് തോന്നിയത്. അത് ഇത്ര വെറുതെ എനിക്കറിയില്ല. നമ്മള് കൂട്ടിയതിന്റെ തെറ്റാണ്. ഇവിടെ പൈസക്കായിട്ട് എണ്ണ അടിക്കുന്നത്, അല്ലാതെ ബാക്കിയൊന്നിനും അല്ല. അത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു എണ്ണ അടിച്ചോളെ ബാ, ഇല്ല അവിടെ പോയി നോക്കാം ബാ. പൈസ കൊടുത്തു, ഇവിടെ എണ്ണ അടിച്ചു. സാധാരണ എണ്ണ അടിച്ചിട്ടാട്ടോ പൈസ കൊടുക്കുന്നത്. ഇത് നേരെ തലതിരിഞ്ഞാ. ഇവിടെ വണ്ടികൾ കുറവാട്ടത്. ഇന്നലെ ഇവിടെ ഇടാനാണ് ആ കാലൻ എന്നോട് പൈസ വെച്ചത്. ഇവിടെയൊക്കെ മഞ്ഞുമലയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പുള്ള സ്ഥലങ്ങളും കസാക്കിസ്ഥാനിലുണ്ട്. സ്നോഫോളൊക്കെ വരുന്ന രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇതാണ് കിടിലം പമ്പ്. പക്ഷെ നമ്മുടെ ഒരു സാധനം വർക്കാവില്ല. നേരെ എന്തായാലും ഇവിടുന്ന് ഞാൻ ഇങ്ങനെ പോയിട്ട് അവിടെ പോകണ്ടേ, ഞാൻ സാധനം അടിച്ചിട്ട് വരും കേട്ടോ. അതായത് എൻ്റെ വീഡിയോ കയറ്റിയിട്ട് വരും. എണ്ണ അടിക്കട്ടെ, അപ്പം അറിയാം എത്ര വന്നു. ബാലൻസ് വല്ലതും കിട്ടുമോടാ? പൈസ ഏതെങ്കിലും ATM കയറി ഞങ്ങൾക്ക് ചൈന ഇവിടുത്തെ കസാക്കിസ്ഥാൻ മണി ഒപ്പിക്കണം കേട്ടോ. 50 ലിറ്റർ അടിച്ചിട്ട് നമ്മൾ അന്ന് മലേഷ്യ പൈസ അതായിരുന്നു നല്ലത്. അക്കറിയോ ദൈവമേ, ഞങ്ങൾക്ക് പൈസ കിട്ടൂല കേട്ടോ. ഞങ്ങളുടെ കുതന്ത്രം ഇവിടെ ഊമ്പി. അല്ലേ വേണ്ട, വീണ്ടും ഒരു പൈസ കിട്ടി 10 ലിറ്ററിനും കൂടെ നമുക്ക് ATM എടുക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ നല്ല രീതിയിൽ ബൾജിയായിരിക്കും പൈസ. തീർന്നു 38. എത്രയ്ക്ക് നമ്മൾ ബില്ല് മേടിച്ചായിരുന്നോടാ? ബില്ലൊന്നും മേടിച്ചില്ല, 40 രൂപയ്ക്ക് നമ്മൾ അടിച്ചത് 40 ലിറ്റർ. ഇപ്പൊ നമുക്ക് 38,600 കിട്ടിയാലും 40 രൂപ ഇട്ടിട്ട് എന്ത് കിട്ടാനാണ്? 8 പൈസക്കുള്ള 40 ലിറ്റർ എണ്ണയും നമ്മുടെ വണ്ടി കൊണ്ട് കേട്ടോ. 50 ലിറ്റർ മര്യാദയ്ക്ക് കിടക്കട. പിന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു. നല്ല അപ്പച്ചനാട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു രീതിയിലുള്ള സംവിധാനം ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ എക്സ്പ്രസ് വേയിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. അതായത് നമ്മുടെ ഗ്ലാസ് നമുക്ക് ഇതേപോലെ ഒരച്ചൊരച്ച് കഴുകി വടിച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പുറത്തെ സ്വന്തം ചെയ്തു തരൂടാ. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു പ്രീമിയം പെട്രോൾ പമ്പ്. അല്ല, ഇത് സ്വന്തം ചെയ്തു തരും. അവർക്ക് മനസ്സിലാക്കി നമ്മുടെ അടുത്ത് 5 പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടുന്നിടത്ത് അടുത്ത് എന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഇത് കണ്ടോ, ഇന്നലെ നമ്മൾ വന്ന പമ്പിലേക്ക് എത്തിട്ടോ. ഞങ്ങൾ ഇന്നലെ ഓടിയല്ലോ. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഫ്രീ ഇന്റർനെറ്റ് ആണ് ഗൈസ്. ഇവിടെ ഞങ്ങൾ സിം എടുത്തെങ്കിലും ഇവിടെ ഒന്നും ഇന്റർനെറ്റ് ഒന്നും കിട്ടുന്നില്ല. 2G മാത്രമേ കിട്ടുന്നുള്ളൂ. ബോർഡർ സൈഡ് അല്ലേ ഇവരെ? ഗൈസ് ഞങ്ങൾ ഈ കാണുന്ന
ഈ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വീഡിയോ കയറ്റി വിടുന്നത്. ഇവിടെ മാത്രമുള്ള നെറ്റിന് സ്പീഡ് ഇതാണ്. അപ്പം പക്ഷേ ഇവിടെ നമ്മുടെ കാർഡുകളോ സംവിധാനങ്ങളോ ഒന്നും എടുക്കുകയില്ല. ഇതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ഈ വാക്മാൻ്റെ കാലത്തെ ഔഡിയാണ്. ഏറ്റവും കൂടുതൽ ഔഡിയ കാണുന്നത് ഇതുകൊണ്ട്. ഈ കാണുന്ന ചൈനീസ് ട്രക്ക് കസാക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കടയിലെ ചേട്ടൻ ഞങ്ങൾക്ക് കസാക്കിസ്ഥാൻ എഴുതിയ 2 മുട്ടായി കൊണ്ടു തന്നു കേട്ടോ. പിന്നെ അതേപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വലിയ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ. ഗൈസ്, ഒരു ചെറിയ വിഷയമുണ്ട്. നമ്മുടെ വലിയ ക്യാമറ കൊണ്ട് നമുക്ക് ഒളിപ്പോരും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കാൻ നേരത്ത് നമുക്ക് മുൻകൂട്ടി എന്ത് വേണം, അതായത് പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര വിഷയമാണ്. ആ സമയത്തൊക്കെ ഫോണിലാകുമ്പോൾ അത്ര വിഷയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ വേറെ രാജ്യത്താണ് നമ്മളുള്ളത്, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അതെടുത്ത് ഷൂട്ട് ചെയ്താണെന്ന് അറിയാവൂ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളുണ്ടല്ലോ ഇവിടുന്ന് സിം എടുത്തു. ഏറ്റവും നല്ല സിം എടുത്തത്. ഒരു കാര്യം ഉണ്ടായില്ല, അതിനൊന്നും സ്പീഡ് ഇവിടെ കിട്ടുന്നില്ല. ഇനി അൽമാറ്റി കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കാണുന്ന ഇന്നലെ വന്ന സെയിം കഫേ വന്ന് വീഡിയോയും കയറ്റി ലൊക്കേഷൻ വിട്ടു അൽമാറ്റിക്കുള്ള. ഈ വണ്ടിയെല്ലാം ഓണാക്കി, വണ്ടിയുടെ എക്സ്ട്രാ ബാറ്ററിക്കൊക്കെ ചാർജ് ചെയ്യണം. അപ്പോൾ അതൊക്കെ തിരിക്കണമായിരുന്നു. അതെല്ലാം തിരിച്ചു. നേരെ ഇനി ഇവിടുന്ന് അൽമാറ്റിക്ക് വേണം. അപ്രോക്സിമേറ്റ് 288 കിലോമീറ്റർ, 3.5 മണിക്കൂർ. വളരെ നല്ല റോഡായിരിക്കുമല്ലോ ഇവിടെ. ഓ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മള് ആ കാണുന്ന പെട്രോൾ പമ്പിൽ നിന്നും അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് അൽമാറ്റി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാണ്. ഗൈസ് നോക്കൂ, ഫ്രണ്ടിലേക്ക് നോക്കിയാൽ വളരെ വിജനമായ റോഡാണ്. പച്ചപ്പ് നിറഞ്ഞ നല്ല കിടില സ്ഥലമാണ്. കാലാവസ്ഥ ഇന്നത്തെ അടിപൊളിയാണ്. പക്ഷെ വണ്ടികൾ വളരെ കുറവാണ്. ഇവിടെ എന്താന്ന് സംബന്ധിച്ച് 9 മണി തൊട്ട് വെയിൽ തുടങ്ങും. ആ 9 മണിക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഏക്കാം. ആരും വിളിക്കണ്ട. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ. ചൈന കിടന്നപ്പോണ്ടല്ലോ എൻ്റെ വണ്ടിയുടെ മറ്റേ വാം ചെക്കിംഗ് ലൈറ്റ് ഓഫ് ആയിട്ടോ. അതായത് ഒരു യെല്ലോ കളറിലൊരു എഞ്ചിൻ ലൈറ്റ് കത്തി കിടപ്പുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഓഫ് ആയി. നോക്കിയ ഒരു അതെന്നാ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? റഷ്യൻ ടൈപ്പ് 104 എല്ലായിടത്തും അത് തന്നെയാണല്ലോ. പിന്നെ 112 റോഡിന്റെ അകത്ത് കോള് വിളിക്കാൻ വേണ്ടി ഹൈവേ. ഇപ്പൊ നമ്മൾ കണ്ട വണ്ടി റഷ്യൻ നിർമ്മിത ടൈപ്പ് വാഹനങ്ങളല്ലേ? ഏകദേശം 10, 15, 20 കൊല്ലമുള്ള പഴക്കമുള്ള വണ്ടികളാണ്. ഇതൊന്നും ആയിരിക്കൂലടാ. അതിന്റെ മേലെ എന്റെ പ്രായം ഉണ്ടോ? എനിക്ക് 27 വയസ്സുണ്ട്. ചിലപ്പോ അത്ര ഉണ്ടാവും ചാൻസ്. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ. പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ. ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ. ലോകം മെല്ലെ താനെ മാറുന്നേ. തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ. അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ. ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടാൻ പോകുന്നേ. ഞങ്ങളെ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. അത്യാവശ്യം നല്ലൊരു വലിയ പുഴ കേട്ടോ. അതായതുണ്ടല്ലോ നമ്മൾ ചൈന വിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. ചൈനയുടെ എല്ലാ വശങ്ങളിലും ആ ഭാഗത്താണ് ചൈന. അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ അതുപോലത്തെ സംവിധാനങ്ങളുണ്ട്. അമ്പരചുംബികളായ മലകളും ഉണ്ട് അവിടെ. അതേപോലെ ബിൽഡിങ്ങുകളും ഉണ്ട്. ഏകദേശം 25, 30, 40 നിലയൊക്കെ ഉള്ള ബിൽഡിങ്ങുകളുണ്ട്. ഇവിടെ വെച്ചാൽ പ്ലെയിൻ ലാൻഡ് ആണ്. പക്ഷെ ഒരു സാധനം ഇല്ല ഇവിടെ. നോക്കും അവിടെ ഒരു 12, 14 അത്രയൊക്കെ ഉള്ള നിലകളൊക്കെ ഉള്ള ബിൽഡിംഗ് ആട്ടോ. 12, 10 ഞാൻ കൂട്ടിയതാണ്. 10 അവിടെ കുറവാണ്. ഗൈസ് നോക്ക്, ഇതുണ്ടോ ഇവിടെയൊക്കെ ഈ ഒരു വശങ്ങളൊക്കെ പിന്നെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന മലകൾ അതുപോലെ സംഭവങ്ങളാണ്. ഇതിവിടുത്തെ കുത്തി ഒലിക്കുന്ന ഒരു പുഴയാട്ടോ. നമ്മുടെ നാട്ടിലെ പുഴയില്ല, അതായത് കലങ്ങി ഒഴുകുന്ന. അതായത് എനിക്ക് തോന്നുന്നു അവിടെ എവിടെയോ മഴയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ.
ഇതൊരു ഇപ്പൊ ബ്രിഡ്ജ് ആട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാല് മഞ്ഞ് ഉരുകുന്ന സമയല്ലേ, അപ്പം ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു പുഴയാണിത്. സത്യം പറയുകയാണെങ്കില് ഇരിട്ടിപ്പുഴ പോലെ കലക്കി കുലിഞ്ഞത് വരുന്നത്. ഗൈസ് നോക്ക്, നല്ല ജനവാസം ഇല്ല കേട്ടോ. ഞങ്ങൾ എത്ര കിലോമീറ്റർ കുതിരയുണ്ട്, ഉമ്മ വെക്കുവാണ്. ഗൈസ് നോക്ക്, രണ്ട് കുതിരകൾ തമ്മിൽ അവിടെ ഉമ്മ വെച്ച് കളിക്കുവാണ്. പ്രണയം അവർ തമ്മിൽ പ്രണയിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പശുവിൽ കൂടുതൽ ഞങ്ങൾ കണ്ട കുതിരേനെയാ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ജനവാസമില്ല. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ വരാൻ നേരത്ത് ജനവാസം എന്ന് പറഞ്ഞ സാധനം കാണാമല്ലോ. ഇത് ഇങ്ങനെ കിടക്കുവാണ്. ഇനി അങ്ങോട്ട് പോകാൻ നേരത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾ വഴിക്ക് ഇത് കണ്ടപ്പോൾ ഫോറിൻ ടിക്കറ്റ് ഇട്ട് ഇവിടെ വണ്ടി നിർത്തുകയാണ്. ഇനി ഞങ്ങൾ വണ്ടി എടുത്ത് പോകും. അപ്പോൾ നിർത്താവോ ഇല്ലെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് നിർത്തി. ഗൈസ് നോക്കൂ, ഓൾറെഡി ഉണ്ടല്ലോ ഇവരുടെ കൺസ്ട്രക്ഷൻ, അതായത് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ, റോഡ് ഓൾറെഡി ഇവരുടെ ഡെവലപ്പ് ആയിരുന്നു തോന്നുന്നു. കാരണം ഇത് പഴയ USSR ആണ് ഈ സംഭവം. ഇതെല്ലാം USSR സ്പ്ലിറ്റ് ആയപ്പോഴാണല്ലോ ഓരോരോ രാജ്യമായിട്ട് പിന്നെ മാറിയത്. അപ്പോൾ USSRന്റെ കാലം മുതൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഡെവലപ്പ് ആയതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. റോഡൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് റോഡാട്ടോ. ഞങ്ങളെ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു അല്പം ഫ്രണ്ടിലേക്ക് വന്നു, ഒരല്പം കുറച്ച് മാത്രം. ഞങ്ങൾ ഇത്ര നേരം ഇതിലെ യാത്രയിട്ട് ആദ്യമായിട്ടാണ് ഒരു വീട് എന്ന് പറയാനായിട്ട് ഒരു 3 വീട് കണ്ടു കേട്ടോ. വേറൊരു സാധനമില്ല. അതായത് ചൈനയിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ വീടിനോടനുബന്ധപ്പെട്ട് കന്നാലിത്തൊഴുത്ത് 3 വീടുകൾ അടുപ്പിച്ച് ഇങ്ങനെ ബൗണ്ടറി ആയിട്ട് കിട്ടി. ഇത് വീടാണോ എന്ന് തന്നെ അറിയില്ല, ആൾക്കാരോട് താമസിക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ പറയുന്നു ഇത് വീടാണ്. കന്നാലിക്ക് കൊടുക്കാൻ വേണ്ടി പുല്ല് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല പോലെ ഹൈവേ എന്നൊക്കെ പോകുന്ന പോലെ റോഡുകളൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഒന്നും കാണാനില്ല കേട്ടോ. നേരെ എതിർവശവും സെയിം സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണില്ല, ആ സെയിം സെറ്റപ്പ് അവിടെ കാണാം. പക്ഷെ ഒന്നും കാണാനില്ല. ആകെ ഞങ്ങൾ പ്രത്യേകത എന്താ അറിയാവോ, ഇന്ത്യ ചൈന വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ജനസംഖ്യ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോ വീടുകൾ കുറവ്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഇവര് ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡിലല്ല വീട്, ഉള്ളിലോട്ട് കയറിയാണ്. അങ്ങനെ ആയിരിക്കും, അങ്ങനെയാണുള്ള സാധ്യതയുണ്ട്. എത്ര കിലോമീറ്റർ എന്നറിയാം ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ടൗണും ഒരു സാധനവും ഇല്ല. നമ്മൾ നേരത്തെ കണ്ട അതേ ഭൂപ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഭൂപ്രകൃതി നോക്കൂ. ഞങ്ങൾ ഇത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് നോക്കിയേ, ഒന്നാന്തരം മരുഭൂമി. വേറൊരു സാധനം ഇവിടെ കാണാനില്ല. പിന്നെ ആണ്ടിനും ചങ്കരാതിക്കും ഔഡിയുടെ സാധനങ്ങൾ കിട്ടും. വേറൊരു സാധനം നോക്കിയേ, ഒന്നാന്തരം മരുഭൂമി എന്ന് വെച്ചാൽ ഫുള്ള്. ഇത് ഈ കാണുന്ന ഫുൾ വശങ്ങള്, എല്ലാ വശങ്ങളും മരുഭൂമിയാണ്. ഏതൊരു വശത്തോട്ട് നോക്കിയാലും മരുഭൂമി അല്ലാതെ വേറൊരു സാധനം കാണാനില്ല കേട്ടോ. നോക്കിയേ, ഇതെന്നടാ ലിറ്റിൽ സ്റ്റാർ. ഗൈസ് നോക്കിയേ, ഈ കാണുന്ന ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ, എല്ലാ ഭാഗങ്ങളും. ഇതേ എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് നമ്മൾ കുറച്ച് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വണ്ടി ഓടിച്ചു ചെല്ലുമ്പോൾ നമുക്ക് മൗണ്ടൻ രീതിയിലുള്ള സെറ്റപ്പ് കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. ലിബിനെ, മരുഭൂമിയല്ല, ഗൈസ് ഇതിൻ്റെ അതും പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പ് അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ അങ്ങ് വണ്ടി നിർത്തി, കാരണം വേറെ ഒന്നും കാണാനില്ലെന്നേ. ഒരു സാധനം ഞങ്ങൾ നോക്കാൻ നേരത്ത് കാണുന്നില്ല. പക്ഷേ ഉള്ളോ ഈ കാണുന്ന ഈ ഒരു വശത്തിൻ്റെ അപ്പുറത്തെ വശവും അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്തെ വശവും നല്ല രീതിയിൽ മഞ്ഞു പെയ്ത് കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും തണുപ്പൊന്നും ഇവിടെ ഏശുന്നില്ലല്ലോടാ ലിബിനെ. അതായത് തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ പകല് നന്നായിട്ട് ചൂടും രാത്രി നന്നായിട്ട് തണുപ്പുമാണ്. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് കുറച്ചും കൂടി അങ്ങ് ഓടിച്ചു നോക്കാം കേട്ടോ. ഏതാണ്ട് നമ്മൾ കുറച്ച് ഓടിച്ചു. അവിടെ ചിലപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചിലപ്പോൾ നമുക്ക് മഞ്ഞ് കിട്ടാനുള്ള സാധ്യത. ഓ ഗൈസ് നോക്കൂ, അപ്പൊ ഫൈനലി നമ്മൾ നമ്മുടെ TT നെപ്പോളിയൻ ചെറുക്കനെ കൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. രാവുകളെല്ലാം ഇനിയെന്നും പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ. ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ, ലോകം മെല്ലെ താനെ മാറുന്നേ. തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ. അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ.
കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ വണ്ടി നിർത്തി. മുടിഞ്ഞ കാറ്റാട്ടോ ഇതിനെ സമാന്തരമായിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. വണ്ടി നിർത്താനൊരു കാരണമുണ്ട്, അത് ഞാൻ നേരെ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാനൊരു ഇന്ത്യൻ വെഹിക്കിൾ കണ്ടു കേട്ടോ, ടാറ്റ. എൻ്റെ പൊന്നെ കലക്ക സാധനം, മുടിഞ്ഞ കാറ്റാ, എന്തോ ചെയ്യാനാ. ഇത് നോക്കിക്കേ, ഇത് ടാറ്റ കേട്ടോ, ടാറ്റ. ടാറ്റ അടിപൊളി കാലക്ക്. എവിടെയോ കണ്ടൊരു പരിചയമുള്ള വണ്ടി പോലെ. അപ്പൊ ടാറ്റ. ഇത് റഷ്യൻ നമ്പർ പ്ലേറ്റും കസാക്കിസ്ഥാൻ ഇതും കാണുന്നുണ്ട്, രണ്ടും കാണുന്നുണ്ട്. ടാറ്റയുടെ ഒരു വണ്ടി. ഡ്രൈവിംഗ് സൈഡ് വ്യത്യാസം കേട്ടോ, ഡ്രൈവിംഗ് സൈഡ് നമ്മുടെ എതിരാണ് ഇവിടെ കേട്ടോ. അത് കലക്കി കേട്ടോ. ഹിന്ദുസ്ഥാൻ. ഗൈസ് നോക്കൂ, ഹിന്ദുസ്ഥാൻ വെഹിക്കിളാണ് ടാറ്റയുടെ. ഞങ്ങളിങ്ങനെ പോകുന്ന നേരത്തെ എന്തോ ഒരു ഈ ഒരു വണ്ടി കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ടാറ്റയുടെ വണ്ടി. ദിസ് ഈസ് ഗുഡ് വെഹിക്കിൾ, ഗുഡ്. ഗൈസ് നോക്കൂ, കസാഖിസ്ഥാനിലുള്ള ഡ്രൈവർ. ഗൈസ് നോക്കൂ, അടിപൊളി കിടിലം വണ്ടിയാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടോ ഉള്ളൊക്കെ. ടാറ്റ. ഗൈസ് നോക്കൂ, സ്റ്റിയറിംഗും സംഭവമൊക്കെ ടാറ്റയാണ്. നമ്മുടെ അതേപോലത്തെ സെറ്റപ്പാണ്, നല്ല നീറ്റാണ്. എല്ലായിടത്തും ടാറ്റ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ലിവിനെ പറഞ്ഞ രണ്ട് വണ്ടി ഉണ്ടെന്നാ പറഞ്ഞത്, രണ്ട് വണ്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആണോ? ഓക്കെ, ഇത് ഞങ്ങൾ കണ്ടപ്പോ ഇനി ബെൻസ് ആണെന്നൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചേ, പക്ഷെ അല്ല, ഇത് ടാറ്റയായിരുന്നു. സംഭവം കലക്കി, അടിപൊളി സാധനം. ഇത് ചത്ത് കടന്ന് ഓടിക്കോളും, അതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ മണിക്കൂറുകളായി ഞങ്ങൾ വണ്ടി ഓടിക്കുന്നു, ഒരു കടയില്ല, ദാഹിച്ചിട്ട് ഒരു വഴിയില്ല. ഓക്കെ, താങ്ക് യു. ഒരു വഴിയില്ല, ഒരു രക്ഷയില്ല. ഇവനെ വണ്ടി നോക്കണേ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ആകെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അൽമാറ്റിക്ക് ഇനിയുണ്ട് 180 സംതിങ് കിലോമീറ്റർ. ഈ കാണുന്ന ഇവിടെയൊക്കെ റെയിൽവേ ആയിട്ടോ കാണുന്നത്. ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന ട്രെയിനും സംഭവങ്ങളൊക്കെ ആയിരിക്കാം. ഇതേതാ വണ്ടി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ആ വണ്ടി കണ്ടപ്പം നിർത്തിയതാണ്. ഇതേതോ ചൈനീസ് നിർമ്മിത വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇതെന്തോ പിക്കപ്പിന് വന്നാണ്. ആ വണ്ടി കണ്ട ആവേശത്തിൽ ഞാൻ ലിവിനും ചാടി ഇറങ്ങിയതാണ്. ഒന്നും കാണാനില്ല, ഇങ്ങനെ തരിശായ ഭൂമി അല്ലാതെ. അവിടെ കുറേ മലയുണ്ട്, ഇവിടെ കുറേ മലയുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നും ഈ വഴിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളെ രണ്ടുപേരെയും കാണാൻ പറ്റുന്നുണ്ട്. വിശന്നിട്ടാണേൽ ഒരു വഴിയില്ല, 10 പൈസയില്ല, 10 പൈസയില്ല കേട്ടോ ഇവിടുത്തെ. എന്തോ ചെയ്യാനാ? ATM കാർഡ് എവിടെയെങ്കിലും ഒന്ന് കുത്തണേല് ഒരു ടൗണ് കാണണം. കഴിഞ്ഞ മണിക്കൂറുകളായി ഒരു ടൗണിന് വേണ്ടി ഓടിക്കുക. തൊണ്ടയാണ് വറ്റിപ്പോയി, തുപ്പലൊട്ട് വരുന്നുമില്ല. അങ്ങനെ ആകെ പെട്ടൊരവസ്ഥ കേട്ടോ. വണ്ടികളൊക്കെ ചറവറ പോകുന്നു, ലോറികളല്ലാതെ വേറെ ഒന്നും ഇല്ല. എന്തായാലും കണ്ട് 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 കൊതി വന്നു. വേഗം കിടക്കാം കേട്ടോ, നല്ല തിരക്കാ വണ്ടികളുടെ. വേറെ ഒരു സാധനവും ഇല്ല. ഇത് നേരത്തെ കണ്ട ആ ട്രെയിനൊക്കെ ഈ കാണുന്ന പാതയിൽ കൂടിയാണ് പോയത്. ആ വണ്ടി കണ്ട ആവേശത്തിൽ ചാടി ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് വരാൻ നേരത്തുണ്ടല്ലോ, ഈ നിക്കറ് ടൈറ്റ് ആയിരുന്നു. നോക്കിയാൽ നേരെ അങ്ങ് പോവുക. അതാ ഗൈസ് നോക്കൂ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. ഒന്നാമത് ചൈനയിൽ നമുക്ക് വെച്ചൊരു ഭക്ഷണം ഇല്ലായിരുന്നു, മൊത്തം മെലിഞ്ഞ് തൊലിഞ്ഞു പോയി. വാ കമാൻ നോക്കൂ. അതായത് എങ്ങനെയുള്ള ഒരു കട കണ്ടുപിടിക്കണം, ഒരിറ്റ് വെള്ളം, ഒരു നെറ്റ്വർക്ക് പോലും ഇല്ലെന്ന് ആലോചിക്കണം കേട്ടോ. കസാക്കിസ്ഥാനിൽ നെറ്റ്വർക്ക് വളരെ മോശമാണ്. വണ്ടി ഇത് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ആ കാണുന്ന ഇതിലേക്ക് വളരെ ശ്രദ്ധിക്കണം. വണ്ടി വരുന്നത് 100, 120, 160 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി വരുന്നത്. നേരം വരെ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഏതാണ്ട് 200 സംതിങ് കിലോമീറ്റർ സഞ്ചരിച്ചു കേട്ടോ. ആദ്യമായിട്ട് ഇത്ര നേരമായിട്ടാണ് ഒരു പെട്രോൾ പറ്റി. മുക്കാട്ടാൻ എണ്ണയുണ്ട്. അതല്ല ഇവനെ അടിച്ചിട്ടാലോ, പൈസ, വെള്ളം, മറ്റ് അവശിഷ്ട വസ്തുക്കൾ. ഇവിടെ നമ്മള് കൈ വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇത് ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അപ്പുറം ഒരു പമ്പ് ഉണ്ട്. നമുക്ക് ഈ ഫുഡ് കോർട്ടിൽ കയറി എന്ത് കിട്ടും? ബർഗർ കിട്ടും ഇവിടെ. ബർഗർ അല്ല, ബർഗറിന്റെ ഫോട്ടോ ഉണ്ട് ഇവനെ അവിടെ. നോക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ നോക്കട്ടെ. ഇവിടെ ഈ കാണുന്ന പമ്പ് ഉപയോഗിക്കുന്ന പൈസ കൊടുക്കണം കേട്ടോ. ആദ്യം ഞങ്ങൾ ഇവിടെ എന്നെ തിന്നാൻ കിട്ടുന്നത് നോക്കട്ടെ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇവിടെ ഒതുക്കാലോ ഗൈസ്. നോക്കൂ, അവസാനം ഞങ്ങൾ അങ്ങനെ ഈ കാണുന്ന ഇവിടെ എത്തി. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണെന്നറിയോ ഇതൊക്കെ കിട്ടി. ഗൈസ് നോക്കൂ, DAF എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വണ്ടിയുണ്ട്.
പിന്നെ അതേപോലെ ഇത് റഷ്യൻ കമ്പനി ആട്ടോ. നമ്മുടെ ഇന്ത്യൻ ആർമിക്കൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്പനിയുടെ വാഹനങ്ങളൊക്കെ. ഈ കമ്പനിയുടെ വണ്ടിയല്ലേ? ഇപ്പം കുറെയൊക്കെ കണ്ടം ചെയ്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഹായ്. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും നോക്കട്ടെ. ഈ കാണുന്നൊക്കെ പഴയ റഷ്യൻ ചൈനീസ് ട്രക്കുകളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ട്രക്കുകളുടെ ഒക്കെ നീളം കണ്ടോ. ഏകദേശം സമയമൊക്കെ ഇരുട്ടാകാറായിട്ടോ. എന്തായാലും ഞാൻ ആദ്യം പോയി കഴിക്കാനും ഒരു കുപ്പി വെള്ളവും. അതിന് മുമ്പായിട്ട് കാർഡ് എടുക്കുമെന്ന് നോക്കണ്ടേടാ. ഗൈസ് നോക്കൂ, കാർഡ് എടുക്കോ ഇല്ലയോ എന്ന് നോക്കണം. ഗൈസ് ഞങ്ങൾ ആദ്യമേ ഈ കാർഡ് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടാട്ടോ. ആദ്യം ഒരു കുപ്പി വെള്ളം എടുക്കണ. അയ്യേ, സാധാരണ ഏതെല്ലാം എടുക്കണ. എന്നിട്ട് ഇതെടുക്കില്ല പിന്നെ. എന്നിട്ട് പോയി വീശി നോക്കാം എടുക്കോ ഇല്ലയോ എന്ന് ആദ്യം നോക്കട്ടെ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. എടുക്കോടാ കണ്ടിട്ട്. ഈ കാണുന്ന ബീഫിൻ്റെ ഒരു സൈസ് സാധനമായിട്ട്. ഇതിൻ്റെ അകത്ത് ബീഫ് വെച്ചുള്ളൂ. നമ്മൾ ചൈനയിൽ നിന്ന് വെച്ച സാധനം. ഇത് ചിക്കൻ്റെ ആണ്. 800 രൂപ കൊടുക്കടാ. 800 എൻ്റെ അടുത്തുണ്ടോ കാർഡേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ ഫുഡ് കിട്ടും. പക്ഷെ ഇവിടെ മെനുവും കുനുവൊന്നും ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെ സംഭവം കാര്യം സാധിക്കാനാ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ലിബി നേരെ വരുന്നു. ലിബിയുടെ കയ്യിലുണ്ട് സാധനം. ബീഫ് തന്നെയാണോടാ? നാടൻ ബീഫ് പപ്സ്. പപ്സ് അല്ലേ, ഇതിന് വേറെന്തൊരു പേരാട്ടോ. ഒറ്റ മനുഷ്യനെ ഇവിടെ വന്നപ്പോഴാട്ടോ കാണാൻ തുടങ്ങിയ. ഇതുവരെ ഒരു വീടോ കൂടെ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയുണ്ടാ വെള്ളം മേടിച്ച് ഞങ്ങൾ ഈ സാധനം എരിവുണ്ട്. ഇതിന്റെ എരിവുണ്ട്. നേരത്തെ നമ്മൾ അവിടെ കഴിച്ച എരിവില്ലായിരുന്നല്ലോ. പിന്നെ എരിവുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളി ആൻഡ് ബീഫ്, അതാണ് സാധനം. ഗൈസ് നോക്കൂ, ഞങ്ങൾക്കിത് ചൈനയിൽ നിന്ന് കഴിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്രകാരമാണ് ഞങ്ങൾ ഈ സാധനം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം കട്ട പുകയായിരുന്നു. ഇന്നത്തെ ദിവസം കൊള്ളാട്ടോ. കസാക്കിസ്ഥാനിലെ നമ്മുടെ ഭക്ഷണം ഞങ്ങൾ ഉറപ്പിച്ചു ഗൈസ്. ഈ ഇവിടെ മെയിൻ ടൗണിലേക്ക് 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. തലസ്ഥാനത്തേക്ക് 1400 കേട്ടോ. നല്ല വിശപ്പായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം 2 ആ സാധനം കഴിച്ചപ്പോൾ അതിലും വിശപ്പ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ചിക്കൻ കണ്ടു. എന്താ ക്രിസ്റ്റോന്ന് അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞേ. KFC ചിക്കൻ വേറെ ലെവല്. ഉപ്പൊരു സാധനം കേട്ടോ പിന്നെ അടിപൊളിയാ. പിന്നെ അതേപോലെ തന്നെ ഇത് ചിക്കൻ വെച്ചിട്ടുള്ള എന്തൊരു സാധനമാണ്. ചിക്കൻ ബോക്സ്. പിന്നെ സെയിം ആ സാധനം ഇല്ല നമ്മൾ നേരത്തെ വെച്ച ബീഫ്, അതും മേടിച്ചു. പിന്നെ നമുക്ക് പരിചയമുള്ളതും ഞാൻ കണ്ടിരിക്കുന്ന പേര് വേറെ മേടിച്ചു. ഇത് വേറെ സാധനം കേട്ടോ. എല്ലാത്തിനും ടേസ്റ്റ് വ്യത്യാസം, കളറും വ്യത്യാസം. ഇതിന് ഭയങ്കര പൈസ കേട്ടോടാ. 1200 എങ്ങനെ ആണോ? 1200 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി എത്രയും 300 ചില്ലറ രൂപ അത്രേ ഉള്ളൂ. നോക്കൂ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വാഹനം നിർത്തി. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് കറി, ചോറ്, തോരൻ ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ ബോർഡറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. അന്ന് കഴിക്കാൻ പറ്റില്ല, അത് മൊത്തം എടുത്ത് കഴുകണം. ഞങ്ങൾ വണ്ടി നിർത്തി എൻ്റെ ഫ്രണ്ട് വശത്തോട്ട് നോക്കിയ കാഴ്ച എൻ്റെ കർത്താവ്. അൽമാട്ടി കഴിഞ്ഞ് 94 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ, വെറും 94 കിലോമീറ്റർ. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞുകൊണ്ടുള്ള പർവ്വതങ്ങളാട്ടോ, മഞ്ഞുമല. ഇവിടെയൊക്കെ ഉണ്ടല്ലോ 1, 2, 3 ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇത്ര വലിയ വീടൊന്നുമില്ല, ഭയങ്കര സ്പീഡിലാട്ടോ വണ്ടികൾ പോകണം. 100, 110 ആ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെയൊക്കെ കൃഷിയാട്ടോ. ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് നമുക്ക് അൽമാട്ടിക്ക് പോകേണ്ടത്. സൂര്യനൊക്കെ ഏകദേശം താരാറായി. ഞങ്ങൾ എന്തായാലും ഇന്ന് അൽമാട്ടിക്കില്ല, നാളെ അൽമാട്ടിക്ക് പോകുള്ളൂ. ഇന്ന് ഞങ്ങൾ വണ്ടി തൊട്ട് ഫ്രണ്ടിൽ ഏതെങ്കിലും നല്ലൊരു പെട്രോൾ പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഇതുണ്ട്, ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവിടെയുള്ള ആൾക്കാരെല്ലാം പാത്രം കഴുകുന്നതും വണ്ടി കഴുകുന്നതും അതുപോലെ തന്നെ അവരുടെ വെള്ളം പിടിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങളും ലിപി ചെരുപ്പിട്ടു, ഷൂ മാറ്റിയിട്ട്, കാരണം പാത്രം കഴുകാൻ വേണ്ടി പോവാണ്. നോക്കൂ, ക്ഷത്രിയന്മാരെ പാത്രം കഴുകുള്ളൂ. ഒരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏരിയയിൽ പോയിട്ടോ, ആ ഏരിയയിൽ എവിടുന്നേലും ഒരെണ്ണം ഒപ്പിക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ആ ഏരിയയിൽ പോകുന്നുള്ളത്, പക്ഷെ അത് പോയി. അതെന്തോ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എങ്ങനെ ഒടിച്ചു മടിക്കൊണ്ട് വരുമോ? ആണോ? ഓ ഗൈസ് നോക്കൂ, പിന്നെ ഇതേപോലെ ഈ ക്യാമറ തൂങ്ങിപ്പോയി കേട്ടോ. ഈ ക്യാമറയും പോയി. ആ 2 സംഭവം പോയിട്ടുള്ളൂ. എന്തായാലും ഞാൻ വണ്ടിക്കകത്ത് പാത്രങ്ങൾ ഓരോന്ന് ഇറക്കട്ടെ, എന്നിട്ട് അത് കഴുകട്ടെ. എന്നിട്ട് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നമുക്ക് വണ്ടി ഒതുക്കണം. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ പാത്രം കിട്ടി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാരും പോയി കഴിഞ്ഞിട്ട് ഈ സാധനം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. പോയിട്ടില്ല മണം ഉണ്ടെന്നേ ഉള്ളൂ. അതോ ഇവര് വല്ല തെരു വിളിച്ചാലോ? ഒരുമിച്ച് കേൾക്കാം.
ഒരുമിച്ച് കേൾക്കാം. നീ വണ്ടി ലോക്ക് ചെയ്തോട്ടോ. വണ്ടി ലോക്ക് ചെയ്യാം, നമുക്ക് നന്നിട്ട് ഇറങ്ങാം. പിന്നെ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, നന്നായിരുന്നു അല്ലേ? വെള്ളവും എല്ലാ സാധനവും. അയ്യോ, നാളെ മുതൽ നമുക്ക് ഭക്ഷണം വെക്കണോടാ. യെസ്, 2 ദിവസമൊക്കെ നമുക്ക് പറ്റും കേട്ടോ, ഇവരുടെ ഭക്ഷണം കഴിച്ച് പറ്റും. ഒന്നും 2 കൂടുതലൊക്കെ ആയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ 4-5 ദിവസം നോക്കേണ്ടി വരും അല്ലേ? അല്ലേ? കഷ്ടപ്പെടും. ഒരു ചേട്ടൻ ചട്ടി സമയത്ത് എന്റെ സ്കിൻ വെളുത്തിരിക്കും. ആണല്ലേ? ഈ സമയത്ത് എന്റെ സ്കിൻ വൈറ്റിരിക്കും. ഞാൻ ചന്ദ്രികയോട് നന്ദി പറയുന്നു. ഞാൻ ലെക്സിനോട് നന്ദി പറയും. ചന്ദ്രിക ഉപയോഗിക്കുന്നു. വണ്ടി പൊട്ടി. കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഇത് ഒരു ചേട്ടൻ അവിടെ ഷഡ്ഡി അലക്കുവാണ് അല്ലേ? ഷഡ്ഡി. ഈ കാണുന്ന നോക്കി ഇവർ കൃഷി ചെയ്യുന്ന ഏരിയ എന്നാട്ടോ എനിക്ക് തോന്നുന്നേ. കൃഷിഭൂമിയാ. ആ ശരിയാട്ടോ, ഇത് ക്യാരറ്റ് കൃഷിയാ. ഈ തണ്ട് കണ്ടോ അറിയാട്ടോ. അവൻ പറഞ്ഞ വളരെ ശരിയായ ഒരു ഉത്തരവാണ്. ശരിയാട്ടോ, അത് ക്യാരറ്റ് കൃഷിയാണ്. ഇപ്പോൾ ഇതിൻ്റെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാണ്. ഇതുണ്ടോ, ആ കാണുന്ന വെള്ളത്തിൽ വേണം പരിപാടി നടത്താൻ. നമുക്ക് അവിടെ നിന്ന് കഴിയേണ്ട കാര്യമില്ല, ഇവിടുന്ന് കഴിക്കാൻ മതി കേട്ടോ. ഇതേ കൃഷിഭൂമിയിലേക്ക് മറ്റേ മൂത്രമൊഴിക്കാൻ പോകുന്നു. അതായത് കൃഷിഭൂമിയിലേക്കാണല്ലോ അവിടെ പിന്നെ വെള്ളം പോകുന്ന സംവിധാനമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. നിനക്കോ? എനിക്കും അങ്ങനെ തന്നെ. കുറേ സ്ഥലത്ത് ഇതേപോലെ വെള്ളം മോട്ടറിന് അടിച്ച് കയറ്റി വിടുന്നുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ സെറ്റപ്പില്ലേ, ആ സെറ്റപ്പ്. ഗൈസ് നോക്കൂ. എൻ്റെ പിന്നെ ഇവിടെയൊക്കെ കുറച്ചും കച്ചറയാണ്, കാരണം ആൾക്കാരായിട്ടും കഴിക്കുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അങ്ങനെ വലിയ പിന്നെ വൃത്തികെട്ട വേസ്റ്റ് ഇട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിൽ ഈ DAFന്റെ ട്രക്ക് അടിപൊളി സാധനമാണല്ലോ. ഇനി യൂറോപ്പിലേക്ക് പോകാൻ നേരത്ത് ഇതുകൂട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. കഴി തീരുവാടാ. നല്ലത്. ഭയങ്കര തണുപ്പാ. ഗൈസ് റിവ്യൂ പറയുന്നത് ഭയങ്കര തണുപ്പാന്ന് കേട്ടോ. പാത്രം കഴുകി വെക്കട്ടില്ല, വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റിയല്ല. എന്ത് രസമായിട്ടാ വണ്ടി ഇവിടെ കിടക്കണമെന്ന് അല്ലാടാ ലിബിയെ. ഈ ലൈറ്റ് ഈ ഒരു ഫ്രെയിമിൽ എന്തൊരു രസം നോക്കിയാൽ വണ്ടി കാണാൻ വേണ്ടി. സ്ഥലത്ത് നമ്മളെ ചേട്ടന്മാർ നിർത്തൂല കേട്ടോ, അപ്പം ഫോട്ടോ എടുക്കാണ്ട് വിളിക്കും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം ട്രക്ക് ഡ്രൈവേഴ്സ് കേട്ടോ. ഇതെല്ലാം വണ്ടികൾ കൊണ്ട് പോകുന്നത്, ഇതെല്ലാം ചൈനീസ് സാധനങ്ങളാണ്. ഇതൊക്കെ ഇവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത് എക്സോ ഇല്ല കേട്ടോ, എക്സോ ഇല്ല, മറ്റേ ഉരയ്ക്കുന്ന സാധനമൊന്നുമില്ല. അപ്പം അതിനകത്ത് ഇത് പോകണമെങ്കിൽ മണ്ണിട്ട് ഉരച്ച് കഴുകിയെടുക്കണം. അത് നമ്മൾ പാത്രത്തിലുണ്ടല്ലോ, മറ്റേ ഗ്രീസൊക്കെ ആയിക്കഴിഞ്ഞാലും മണ്ണിട്ട് അല്ലെ മണലിട്ട് ഇതേപോലെ ഉരച്ചെടുക്കുകയാണെങ്കിൽ പാത്രം നല്ല വൃത്തിയായി കിട്ടും. അല്ലാത്ത പക്ഷം പാത്രത്തിനകത്ത് വൃത്തി കിട്ടാൻ സാധ്യത വളരെ കുറവല്ലേ ലിബിയ? നോക്കടാ ഗൈസ്, ഞങ്ങളിങ്ങനെ മണ്ണിട്ട് ഉറച്ചിട്ട് ചേട്ടൻ ചോദിച്ചു ഇത് ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെയാണ് കഴിയുന്നത്. നാളെ ഒരു വീട്ടിൽ പുള്ളി അങ്ങനെ ട്രൈ ചെയ്ത് കേട്ടോ. ഇവിടെ വണ്ടിയുടെ ഗ്ലാസ് വരെ പുള്ളി ഉറച്ച് കഴുകി വൃത്തിയാക്കി എടുക്കൂടാ. എന്നാലും ഒരു വണ്ടി സൂചി എത്ര പഴയ വണ്ടിയാന്ന് നോക്കിയത്. അതിന് ചെറിയ ലൈറ്റ് വരെ തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കും കേട്ടോ. കഴുകിയ പാത്രത്തിന്റെ വൃത്തി ഉണ്ടോ, വെട്ടിത്തിളക്കും. ഇതൊക്കെ നെയ്യായിരുന്നു, ബീഫിന്റെ എല്ലാം പോയി. അതാണ് കേട്ടോ പ്രത്യേകത. ഇതുണ്ടായിരുന്ന എല്ലാം പോയി. പുതിയ ആൾക്കാർ വന്നു. ഇതിൻ്റെ റഷ്യൻ ആൾക്കാരും കസാക്കിസ്ഥാൻ, തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പം ആദ്യം എടുത്താ സാധനം എടുത്ത് നോക്കട്ടെ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കിഡിലും 2 ഫോട്ടോ എടുത്തോട്ടോ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ലിബിനി ബുൾജെറ്റും ഈ ബുൾജെറ്റിലെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഉണ്ടല്ലോ ഫേസ്ബുക്കിലുണ്ട്. നമ്മൾ ഇതൊന്നും അല്ലാതെ വേറെ കുറച്ച് ടൈപ്പ് വീഡിയോസ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അത് സൂപ്പർ വീഡിയോ. പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരിടുന്നതും ഏർപ്പെടുമ്പോഴും ഞങ്ങൾ ഫേസ്ബുക്കിലായിരിക്കും ഞങ്ങളുടെ വീഡിയോ വരുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി തീർത്തു. ഇനിയിപ്പോണല്ലോ ഏതെങ്കിലും നല്ലൊരു സേഫ് ആയ ഒരു പെട്രോൾ പമ്പ്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. പെട്രോൾ പമ്പ് എടുത്തില്ല. ഗൈസ് നോക്കൂ, ഏതെങ്കിലും പെട്രോൾ പമ്പ്. നാളെ നമ്മൾ അൽമാറ്റിക്ക് പോയിട്ടോ. ഇന്ന് ഒതുക്കാൻ വേണ്ടി ഏതെങ്കിലും പമ്പ് കിട്ടുമെന്ന് നോക്കി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയില്ല, സൺസെറ്റ് കിട്ടി കേട്ടോ. നോക്കിയേ, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കും. അതേ സമയത്ത് നോക്കിയേ ബദലായിട്ട് ഫ്ലൈറ്റ് പോകുന്ന നോക്കിയേ ഗൈസ്. ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ടോ, 1 2 ഒന്നും അല്ല, എമ്പടി ഫ്ലൈറ്റ് ആട്ടോ പോകുന്നേ. ഫ്ലൈറ്റാന്ന് തോന്നണ ലിവിനെ കണ്ടിട്ട്. ഗൈസ് നോക്കൂ, സൺസെറ്റ്. എവിടെയെങ്കിലും പമ്പ് കിട്ടുമോ നോക്കട്ടെ വണ്ടി ഒതുക്കാൻ. ഗൈസ് നോക്കി, ഈ സൈഡ് കിടുക്കാച്ചി മഞ്ഞുമല എന്ന് വെച്ചാൽ കിടുക്കാച്ചി മഞ്ഞുമല. ഉറപ്പായിട്ടും ഇങ്ങനത്തെ മഞ്ഞുമല നമുക്ക് വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. റോഡിന്റെ പേരെന്താണെന്നറിയാമോ? A3 എന്ന് വെച്ചാൽ ഏഷ്യൻ ഹൈവേ എന്നായിരിക്കും വേന്റെ അർത്ഥം. ആയിരിക്കട്ടെ, ഇവിടെ നീലയിലാ അടയാളപ്പെടുത്തിയാക്കണം. അങ്ങനെ നമുക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ് കിട്ടി. നമുക്ക് വേറൊരു പമ്പ് കിട്ടുമല്ലോ. പോലെ പെട്ടുപോകും. ഈ ടൗണിലോട്ടാ പോയി കയറുന്നേ. ആണോ? നോക്കൂ, ഒരു ചെറിയ പമ്പാണ്. ഇവിടെ എവിടെയും ഈ എളിയവന് ഒരു ചെറിയ സ്ഥലം കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ സ്ഥലം കണ്ടുപിടിച്ചവനെ. എവിടെയാ? ആ കാറ്റാടിയുടെ ഇടയിൽ കൊണ്ട് ഇട്ടാ പോരെ. കാറ്റാടിയുടെ ഇടയില്
പോരെ ലിബിൻ പോയി ഇത് പാർക്കിംഗ് ഒപ്പിച്ചു, പക്ഷെ പൈസ വേണം. കൊടുക്കാൻ പൈസ ഇല്ല, കൊടുക്കാനായിട്ട് പൈസ ഇല്ല ഞങ്ങളുടെ അടുത്ത്. ആകെ ATM കാർഡ് മാത്രമേ ഉള്ളൂ. ഇനി എന്നാ ഓപ്ഷൻ നോക്കാം, എന്നാ പറയുന്നത് നോക്കാം, കുറച്ചു നേരം എന്നാ പറയുന്നത് നോക്കാം. പിള്ളേരാട്ടോ അവര് പിന്നെ കസാക്കിസ്ഥാൻകാരാണ്, അൽമാട്ടിക്കാരാണ്. അപ്പം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, കുറച്ചൊക്കെ അവർക്ക് അറിയത്തില്ല. അവര് ഹലോ ബ്രദർ, യുവർ ലോക്കൽ ലാംഗ്വേജ് ഈസ് കസാക്കിസ്ഥാനി ലാംഗ്വേജ് ഓർ റഷ്യൻ? വിച്ച് ലാംഗ്വേജ്? റഷ്യൻ. റഷ്യനിലാണ് സംസാരിച്ചു കഴിഞ്ഞപ്പം ഇവര് കസാക്കിസ്ഥാൻ ചോക്ലേറ്റും പിന്നെ ഇതിവിടുത്തെ ഒരു പാവ കേട്ടോ, വണ്ടിയിൽ ഒട്ടിക്കാൻ വേണം, എവിടെ വേണേലും വെക്കാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് ഈ പയ്യന്മാര് നമുക്ക് മേടിച്ചു തന്നു കേട്ടോ, അത് കലക്കി അല്ലേ? ഇവിടെ വരുമ്പോ എല്ലാവർക്കും ഭയങ്കര സ്നേഹമല്ലോ. താങ്ക് യു നോക്കി ഇവിടെ വന്നപ്പോ അമ്മാരെ ഇപ്പൊ മേടിച്ചു തരാന്ന് പറഞ്ഞ് മേടിച്ചു തന്നാ കേട്ടോ. ആദ്യമായിട്ട് ഈ യാത്രയിൽ ഒരു ഗിഫ്റ്റ് കിട്ടി അല്ലേടാ ലിവിന്? സത്യമായിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ കളറിന്റെ ആയിരിക്കും പെട്ടെന്ന് ആൾക്കാർ വരുന്നത്. നമ്മളോട് ബോർഡറിൽ നിന്ന് മറ്റേ ഇമിഗ്രേഷന്റെ പുള്ളി പറഞ്ഞല്ലേ, ഇത്ര നാളും വിചാരിച്ചു ഞാനാ കറുത്ത, നിങ്ങൾ വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായി അല്ലേ? സത്യം. പമ്പി വന്നിട്ട് ഇവിടെ മൊത്തം ഈ പമ്പി വന്നിട്ട് മൊത്തം പൈസ. ഇതന്നെയാണ് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം. ഇപ്പൊ കാണുന്ന ആൾക്കാര് ഈ കാണുന്ന പമ്പിന്ന് ഇവർക്ക് എന്തോ ഇത് പാമ്പ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പൈസ വേണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ ചീറ്റ് ചെയ്താണ് അവർ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം കാണുന്ന പെട്രോൾ പമ്പിലില്ല. അവർ പോലീസിനെ വിളിക്കുന്നു വെറുതെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബില്ല് തരാൻ പറഞ്ഞു, അതില്ല. ഇതെന്താ സംഭവം എന്ന് ഞാനടുത്ത് പൈസ ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ടോളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല ലിബിനെ. ഇവിടെ സാധനം പിടിച്ച ഇവിടെ ടോളിലൊന്നും ആരും ഇല്ല. ടോളിലൊന്നും ആരും ഇല്ല. പിന്നെ എന്തൊക്കെയോ കാർഡൊക്കെ റീചാർജ് ചെയ്യണം. ഗൈസ് ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല കേട്ടോ. ഇതെങ്ങനെ പോകുന്നേ എങ്ങനെയാന്ന് ദൈവത്തിന് അറിയാം കേട്ടോ. ആരിലും വന്ന് കുത്തി തന്നാൽ നമുക്ക് പോവാ, ഇല്ലേ നമുക്ക് ഇവിടെ കിടക്കാം. ചെറിയ പൈസ ഉള്ളു കേട്ടോ. എന്ത് ചെയ്യും? എങ്ങനെ കേറി നോക്കി അങ്ങോട്ട് നോക്കിയ വണ്ടികളെല്ലാം അതേപോലെ കിടക്കുക. തിരിച്ചു വരുവാണ്. പുള്ളി സംസാരിക്കാം. ഹായ്. ഒരു പുള്ളി സംസാരിക്കാൻ വന്നു. പുള്ളി സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല, ഇന്നത്തെ എങ്ങനെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അകപ്പെട്ടു. അതിനാ എടാ നമുക്കൊന്ന് കീച്ച് നോക്കാം, എന്നിട്ട് ബാക്കി. അവിടെ ടോൾ പ്ലേറ്റ് ഉണ്ടോ? അത് കാണിക്കുക കേട്ടോ. അതൊക്കെ കാണിക്കാം, നോക്കട്ടെ. ഗൂഗിൾ പേ അടിച്ചു നോക്കട്ടെ. ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ലെന്ന് ഇപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം കേട്ടോ. ഇനിയിപ്പോ ആരിലും ഊരി വിടുവായിരിക്കും. എടാ ഗൂഗിൾ പേ രണ്ടിലും സ്കാൻ ചെയ്ത് നോക്കേ, പറ്റുമോ? ഇവിടെ ടോൾ ബൂത്തിലൊരു മനുഷ്യ കുഞ്ഞില്ല കേട്ടോ, നല്ല ടോൾ. അടുത്ത മറ്റേത് സ്കാൻ ചെയ്ത്, 2 സ്കാനർ ഉണ്ടല്ലോ, അതിൽ അടുത്തേത് സ്കാൻ ചെയ്ത്. എന്നാ ഇവിടുത്തെ പൈസ ഇല്ല കേട്ടോ. എത്ര പെട്ടെന്ന് വേണ്ടി ഇവിടുത്തെ പൈസ എടുക്കണില്ല, നമ്മൾ പെടും കേട്ടല്ലോടാ. എന്റെ അമ്മോ, നമ്മുടെ വണ്ടിക്ക് എത്രയാണെന്നറിയോ? KL 73B 0777 ബില്ല് കണ്ടോ നീ? എത്രയാ? 1390 രൂപ കേട്ടോ. 1300 വലിയ പൈസയല്ല, ഇവിടെ ചെറിയ പൈസയാണ്. പക്ഷെ ഇത് എങ്ങനെ കൊടുക്കും? ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ചൈനയിലെ ഗൈഡ് വെച്ചാക്കണേ. ഇപ്പം മനസ്സിലായി. ഡേ പാതിരാക്കോഴി അഴിച്ചു വിട്ടാലും ലിപി നടക്കും കേട്ടോ, ഒരു രക്ഷയില്ല. ആരെ കണ്ടുപിടിക്കും? റിവേഴ്സ് എടുക്കട്ടെ. സംസാരിക്കാം, അവിടെ സംസാരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞെക്കി സംസാരിക്കാം കേട്ടോ. നീ ടൂറിസ്റ്റാന്ന് പറയടാ. ഇവിടെ ടോൾ തുറന്നു പോകണേ പാടാ കേട്ടോ. വിസ കാർഡ് ഉണ്ട്, പറ്റും. ഞാൻ എൻ്റെ കാർഡ് അടിച്ചു നോക്കട്ടെ. ആള് വന്നു കേട്ടോ. വൈഫൈ ഇല്ല, നോ വൈഫൈ. കാർഡിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് ലിവിന്. എന്താ ചെയ്യാ? വൈഫൈ മുമ്പല്ലേ ലിവിനെ, അത് ആൾക്കാർ പരിപാടി പാലിക്കും കേട്ടോ. എന്തോരം വണ്ടികളാണ് ഞങ്ങളെപ്പോലെ കിടക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ടോളിലൊക്കെ ഇങ്ങനെ വിലസുന്നത്. കാരണം വേറെ ഓപ്ഷനൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ ലിപി അത്തപ്പിടിച്ച് ഞെക്കിയിട്ട് കുണൂണാന്ന് സംസാരിച്ചു. എടാ പൈസ എടുത്ത് നോക്കണം കേട്ടോ. അൽമാട്ടി നല്ല വേറെ എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊട്ടം കളിച്ചിരിക്കാന്നാ? ഞങ്ങളുടെ പൈസ ഇപ്പം ശരിയാവുമല്ലോ.
എനിക്കറിയില്ല കേട്ടോ എന്താന്ന്. ഇന്ത്യ ഹിന്ദു ഹിന്ദു ഗൈസ് തുറന്നു കിട്ടി, സ്ലിപ്പ് കിട്ടി. താങ്ക് യു. നമ്മുടെ അവിടെയൊക്കെ ഇല്ല ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് പോടാ. ഗൈസ് സാധനം കിട്ടി കേട്ടോ, സാധനം കിട്ടി. ഉയ്യോ, പൊട്ടം കളിച്ച് നോക്കിയതാട്ടോ. ആദ്യം ഒത്തില്ല, പിന്നെ ഒത്തു. ലിവിനെ പൊട്ടം കളിച്ച് നോക്കിയത് ആദ്യം ഒത്തില്ല, പിന്നെ ഒത്തു. അല്ലേ പിന്നെ നമ്മുടെ അവിടെ എങ്ങാനും എടുത്തിട്ട് പോടാന്ന് പറയുള്ളൂ. ആ ഗൈസ് എന്തായാലും ഫോൺ വിളിച്ച ആള് വന്നു. അതിനകത്ത് കുത്തി ഞെക്കി വിളിച്ചു കേട്ടോ. എടുക്കട്ടെ, ഒരു പാർക്കിങ് കണ്ടുപിടിക്കട്ടെ ആദ്യം. ഉള്ള സ്ഥലത്തെല്ലാം പൈസ ചോദ്യം കേട്ടോ. അത് ഈ നാടിനിപ്പോൾ എന്നാ പറയുക, അതൊരു വളരെ മോശമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും ഒരു ടിപ്പ് വയ്ക്കും കേട്ടോ.